സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിന്റെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായൊരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രം. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. ഒരാളെ സങ്കടപ്പെടുത്തി നീ എന്തു നേടിയാലും അത് നിന്നിൽ സമാധാനപരമായ നിലനിൽപ്പ് നേടിത്തരില്ല. നിനക്ക് വേണ്ടി അവർ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും കാലം നിനക്ക് മുന്നിൽ കണക്ക് നിരത്തുന്നതായിരിക്കും. ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ്. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. നേട്ടത്തിലേക്ക് നയിക്കുന്നത് വിശ്വാസമാണ്. ശുഭാപ്തി വിശ്വാസം. പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുൻവിധികൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ഒടുവിൽ ശാന്തനായിരിക്കുക. എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അത് കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ നിലകൊള്ളുക എന്നത്. തനിച്ചാക്കി പോകില്ല എന്ന അമിത വിശ്വാസത്തിൽ ആരെയും ജീവന് തുല്യം സ്നേഹിക്കരുത്. മനുഷ്യനാണ്. സാഹചര്യം മാറുമ്പോൾ സ്വഭാവവും മാറും. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത്. അത് അഹങ്കാരമല്ല, അഭിമാനമാണ്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. നിശബ്ദനായ ഒരു മനുഷ്യൻ പോലും സത്യം പറഞ്ഞാൽ തൽക്ഷണം ബഹുമാനിക്കപ്പെടും. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയം സംഭവിച്ചവരിൽ ഭൂരിഭാഗവും അന്ധമായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. അനാവശ്യമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പകുതിയും അതോടെ അവസാനിക്കും. എതിരാളിയെ വില കുറച്ച് കാണുന്നതിനേക്കാൾ വലിയ അപകടമൊന്നുമില്ല. ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചവർ ആയിരിക്കും. എല്ലാ കറുത്ത രാത്രിക്ക് ശേഷം സുന്ദരമായ പകൽ വന്നെത്തുന്നത് പോലെയാണ് ജീവിതവും. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എത്രയോ ചെറിയ ഒരു ഭാഗം മാത്രമാണ് അവന്റെ പ്രവൃത്തികളും വാക്കുകളും. യഥാർത്ഥ ജീവിതം മനസ്സിനുള്ളിലാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. എന്നാൽ അത് ഓരോ മനസ്സിന്റെയും സ്വീകാര്യത പോലെയാണ്. അറിവിനോടൊപ്പം നന്മയും സ്വായത്തമാക്കണം. നന്മയില്ലാത്ത അറിവ് ആപൽക്കരം. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക. പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല.
പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. പാമ്പിന് വിഷമില്ലെങ്കിലും അത് തന്റെ നിലനിൽപ്പിന് വേണ്ടി വിഷമുണ്ടെന്ന് അഭിനയിക്കുന്നു. അതുപോലെ നിങ്ങൾ ദുർബലരാണെങ്കിലും ശക്തരായി ഭവിക്കുക. വിജയം കൈവരിക്കുമ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല. സ്ഥിരതയാണ് പ്രധാനം. നിരന്തരമായ കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു. മഹത്വം പിന്നാലെ വരുന്നതാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. മൗനമായി നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. സഹായിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നത്. നിങ്ങളോടൊപ്പമുള്ള വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം സൗജന്യമായി എന്തെങ്കിലും നൽകുമ്പോൾ അവർ പെരുമാറുന്ന രീതി നിരീക്ഷിക്കുക എന്നതാണ്. നിത്യവും നനച്ചു കൊടുക്കേണ്ട ചെടി പോലെയാണ് ബന്ധങ്ങൾ. ഇടയ്ക്കിടെ അവർക്ക് ആവശ്യമുള്ള പരിചരണം നൽകിയില്ലെങ്കിൽ വാടിപ്പോകുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. ആരെയും പരിഹസിക്കരുത്. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. എല്ലാം തികഞ്ഞവരായി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുമില്ല. ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം. അസാധ്യമായവ കണ്ടെത്താനുള്ള ധൈര്യം വേണം. പ്രതിബന്ധങ്ങളെ കീഴടക്കി വിജയത്തിലെത്തിക്കാനുള്ള ധൈര്യം വേണം. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല. മനോഹരമായ വാക്കുകൾ സത്യവുമല്ല. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയെ കീഴടക്കിയാൽ നിങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളും വെളിച്ചമായി മാറും. ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിട്ടായിരിക്കും, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു. ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും. ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും. വീഴ്ചകളിൽ തളരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. കളിയാക്കലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അവയെ സന്തോഷം കെടുത്താൻ വരുന്ന പാഴ്വാക്കുകളായി തള്ളിക്കളയുക. ലക്ഷ്യമുണ്ടായിരിക്കുക. പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക. ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിനുള്ള പ്രായോഗിക പദ്ധതിയും ഉണ്ടായിരിക്കുക. വിജയിക്കാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ. ആളുകൾ ക്ഷീണിതരായിരിക്കുമ്പോൾ കൂടുതൽ സത്യസന്ധരായിരിക്കും. അതുകൊണ്ടാണ് രാത്രി വളരെ വൈകിയുള്ള വർത്തമാനങ്ങളിൽ കൂടുതലായും സത്യങ്ങൾ പുറത്തു വരുന്നത്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. ഒരു സ്ത്രീയും പുരുഷനും വെറും സുഹൃത്തുക്കളായിരിക്കാം. എന്നാൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അവർ പരസ്പരം പ്രണയിച്ചു പോകും. ഒരു പക്ഷേ താൽക്കാലികമായി, ചിലപ്പോൾ തെറ്റായ സമയത്ത്, ഒരു പക്ഷേ വളരെ വൈകിയായിരിക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായി.
പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താൻ ഏറ്റെടുത്ത തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.